ഒരു എംപ്ലോയി, ഒരു ടീം മെമ്പർ, ഞാൻ എംപ്ലോയി എന്നുള്ള വാക്ക് ഉപയോഗിക്കാം, ഒരു ടീം മെമ്പർ ഒരു ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളാണ് ലീഡർ. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് ഇതിങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് ടേബിള്. അപ്പം ഞാനിങ്ങനെ കാണാൻ അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഗ്ലാസ് വെള്ളം താഴേക്ക് ഇങ്ങനെ ജർക്ക് ചെയ്ത് വീഴാണ്. അപ്പം അത് പെട്ടെന്ന് എനിക്ക് തടയാം, അത് താഴെ വീണ് പൊട്ടില്ല. ഞാനത് തടഞ്ഞില്ല, അത് താഴെ വീണ് പൊട്ടി. നിങ്ങൾ നല്ലൊരു ടീം മെമ്പറാണ്, നിങ്ങൾ എന്താ ചെയ്യുക, മുകളിലേക്ക് മെയിലയക്കും, ഗ്ലാസ് പൊട്ടി 30 കഷ്ണങ്ങളായി, വെള്ളം സ്പ്ലിറ്റ് ചെയ്തു, അത് മറ്റേ ആൾ വന്ന് തുടച്ചു, ആ ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളെ പറ്റി എല്ലാവരും എന്താ പറയുക, നല്ല എംപ്ലോയിട്ടാണ്, സൂപ്പറായിട്ട് അദ്ദേഹം അത് അവിടെ പ്രസൻറ്റ് ചെയ്തു, റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ MIS റിപ്പോർട്ട് അവിടെ പോയി. എൻ്റെ കാര്യം എന്താ, ഞാൻ എന്തുകൊണ്ട് തടഞ്ഞില്ല? കാരണം സപ്പോസ് ഞാനത് തടയുന്ന സമയത്ത് എൻ്റെ കൈ തട്ടിയാണ് വീണെങ്കിൽ നിങ്ങളെ മെയിലിൽ ഒരു സെൻറ്റൻസ് വരും, ഇത് മിസ്റ്റർ സഹീറാണ് പൊട്ടിച്ചത്. അല്ലേ, ഞാനല്ലേ പൊട്ടിച്ചത്, എൻ്റെ കൈ തട്ടിയിട്ടല്ലേ വീണത്, മറ്റൊന്നും ആരും കാണുന്നില്ല, ഞാനേ കാണുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു റെസ്പോൺസിബിൾ കമ്മിറ്റഡ് ആളാണെങ്കിൽ, അക്കൗണ്ടബിലിറ്റി ഉണ്ടെങ്കിൽ ഞാനത് തടയും. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. തടഞ്ഞിട്ട് എൻ്റെ കൈ തട്ടിയാണ് വീണതെങ്കിലും നിങ്ങളത് റിപ്പോർട്ട് എങ്ങനെയാണ്, എൻ്റെ പേര് വെക്കില്ല. ഇനി എൻ്റെ പേര് വെച്ച് കഴിഞ്ഞാലും മുതലാളിക്ക് പ്രശ്നമില്ല. അപ്പോൾ ട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ മനോഭാവം എന്താ, വീണട്ടെ പൊട്ടട്ടെ, എനിക്കെന്താ, എൻ്റെ റിസൾട്ടിന് എനിക്ക് ഇങ്ങനത്തെ മെമ്പേഴ്സായിരിക്കും ഒരുവിധം എല്ലാ ടീമിലും. അവരാണ് സ്ഥാപനം നശിപ്പിക്കുന്നത്.